Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വൻപയർ കൊണ്ട് ഒരു ഒഴിച്ചുകറി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുവരെ നമ്മൾ വൻപയർ കൊണ്ട് ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. വീഡിയോസ് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2.5 പിടിയോളം നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുതിർത്തിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ കുതിർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി എടുക്കാം. അപ്പോൾ ഇതാകുമ്പം കുറച്ച് വേവ് കൂടുതലാണ്. സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുതിർത്തിട്ട് ചെയ്താൽ മതി. ഒന്നുകിൽ രാത്രി കുതിർത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചിട്ട് രാവിലത്തേക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഗ്യാസ് ലാഭിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുത്താലും മതി. ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൻപയർ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായി വേവണം. അങ്ങ് ഓവറായിട്ട് ഉടയരുത്, എന്നാൽ ആ ഉടയുന്നൊരു പരുവാവുകയും വേണം. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1-2 വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ആയി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളക് ഇടാം കേട്ടോ. ഇനി കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു മീഡിയം ടൈപ്പ് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പയറിൽ ഞാൻ ഉപ്പ് ചേർത്തല്ല വേവിച്ചിരിക്കുന്നത്. ചില പയറിൽ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, കല്ലിച്ച് പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്നായി വരട്ടെ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ 1-2 പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ സവോള. ഈ സമയത്ത് വിസിലൊക്കെ വന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് പയർ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. പച്ചമുളക് 1 മതി കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. കുറവുള്ളതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് വീണ്ടും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടണ്ട. പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചോളൂ കേട്ടോ. അപ്പോൾ ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. പക്ഷെ ഒരു ഇത്തിരി കൂടി ഒന്ന് വേവണം കേട്ടോ. ഒന്ന് ഉടയുന്നൊരു പരുവം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ആ പയർ ബാക്കിയോടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ 4 വിസിൽ കേൾപ്പിച്ചെടുത്താൽ ഓക്കെയാണ്. പക്ഷേ ചില സമയത്ത് അതങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പരുവം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി, ഒരുപാട് വലിയ തക്കാളി വേണ്ട, ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര പഴുത്ത തക്കാളിയല്ല. ഇത് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന ടൈമിൽ കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ. ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി ആ പയറൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് ഒന്ന് ഉടയുന്നൊരു പരുവമായി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1 പിടി തേങ്ങ മതി കേട്ടോ, നല്ല 1 പിടി തേങ്ങ. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി, ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേനും എന്താ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ അരച്ച കൂട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചുകൂടി വേണം കേട്ടോ. കാരണം പയറാണ്, ഇരിക്കുമ്പം കുറുകാൻ ചാൻസ് ഉണ്ട്, തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസാക്കി എടുക്കണം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ ആവശ്യത്തിന് ലൂസ് വേണം താനും, ആ ഒരു രീതിയിൽ കേട്ടോ. കുറുക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരുപാട് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. നമ്മൾ കാരണം പയറൊക്കെ വേവിച്ച ചൂടുവെള്ളമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി വെള്ളം ഒഴിച്ച് കൊടുത്താണ്. നന്നായിട്ട് തിളക്കട്ടെ. ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് എത്രത്തോളം ലൂസ് ആവണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പയർ ചെറുതായിട്ട് ആ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നെഴുതി എല്ലാം അങ്ങ് ഉടച്ചെടുക്കരുത്. കുറച്ച് ജസ്റ്റ് ആ തവി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരിത്തിരി ഒന്ന് ഉടയ്ക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ആ ഒരു ടേസ്റ്റും കുറുകലും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് മതിയാവും, ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി താളിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓൾറെഡി ഞാൻ എണ്ണ ഒഴിച്ചപ്പോൾ കടുകിട്ടാണ് താളിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം കടുക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഡയറക്റ്റ് സവോള ഇട്ട് വഴറ്റി ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ടല്ലോ. കടുകിട്ട് പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇനിയിപ്പോൾ താളിക്കുന്നില്ല. ചിലർക്ക് ഇങ്ങനെ താളിച്ചൊഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരിക്കും. അങ്ങനെ ചെയ്യേണ്ടുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. താളിച്ചിട്ടും കൂടി ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അരപ്പ് ചേർത്ത് ഒന്ന് തിള വരിക. തിള വന്നു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം. അത്രയേ ഉള്ളൂ. ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കരുത്. തേങ്ങ ചേർത്തതിന് ശേഷം അരപ്പ് ചേർത്തതിന് ശേഷം ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.